തുടരൂ. മറ്റൊരു വാർത്ത കൂടി വരുന്നു. പാലക്കാട്ട് നിന്ന്. പാലക്കാട് കണ്ണമ്പ്ര പോത്തുചാടിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. ഇന്നലെ വൈകിട്ട് വഴിയാത്രക്കാരാണ് കാട്ടാനക്കൂട്ടത്തെ കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഇക്ബാൽ, ഈ കാട്ടാനക്കൂട്ടം തിരിച്ച് കാട് കയറിയോ അതോ ഇപ്പോഴും ആശങ്കയിലാണോ അവിടം? സുജിയ, ഇന്നലെ വൈകിട്ടാണ് പാലക്കാട് കണ്ണമ്പ്രയ്ക്ക് സമീപമുള്ള ഈ പോത്തുചാടി എന്ന് പറയുന്ന മേഖലയിലേക്ക് ഈ കാട്ടാനക്കൂട്ടം എത്തിയത്. ഇതൊരു വനാതിർത്തിയിലുള്ള ഒരു പ്രദേശമാണ്. ഇന്നലെ വൈകിട്ട് ഇതുവഴി യാത്ര ചെയ്തിരുന്ന ചില നാട്ടുകാരാണ് ആദ്യം കാട്ടാന കൂട്ടത്തെ കണ്ടത്. ഉടൻ തന്നെ വനവകുപ്പിനെയും മറ്റ് അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി ആനകളെ കാട് കയറ്റിയിട്ടുണ്ട്. പക്ഷേ തുടർച്ചയായി ആനകൾ ഈ ജനവാസ മേഖലയിൽ എത്തുന്നതിൽ നാട്ടുകാരും പ്രദേശവാസികളും വലിയ രീതിയിലൊരു ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്ക് ഈ കാട്ടാനക്കൂട്ടം എത്തുകയും അവിടെ തെങ്ങുകളും കവുങ്ങുകളും ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള കൃഷി ആനകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ വേണ്ടി പ്രദേശത്ത് ഫെൻസിംഗ് സംവിധാനം അധികൃതർ ഒരുക്കിയിരുന്നു. പക്ഷേ ഇത് കൃത്യമായി അല്ലെങ്കിൽ കാര്യക്ഷമമായി ഈ ഫെൻസിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നില്ല. ഇതുകൊണ്ടാണ് തുടർച്ചയായ ആനകൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തെ തടസ്സമാകുന്ന ഈ കാട്ടാനകൾ നാട്ടിലേക്ക് എത്തുന്നത് തടയാനുള്ള നടപടികൾ അധികൃതർ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഏതായാലും ഇന്നലെ വൈകിട്ടോടുകൂടി ജനവാസ മേഖലയിൽ എത്തിയ ഈ കാട്ടാനക്കൂട്ടത്തെ പൂർണ്ണമായും കാട് കയറ്റാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.